are you? I think all of you are fine. Have you done your homework? Did you write the description? Did you write? Okay. Then today let us get into your text. Look here. This is the second page of your textbook. Okay. Then just imagine. Have you seen a forest? Just imagine now you are in a forest. What can you see there? There are a lot of trees and plants, different kinds of birds, animals and insects. Small creatures are also there. Full of fresh air. What a greenery. Wow, lovely place. Look, is it a forest? No. This is some pieces of wood. Who is responsible for this? Some woodcutters came here and cut down the trees. Then what we will do? If you beautify this picture, take your pencil and color box, then draw twigs, branches, leaves and color it. Okay? Look at this picture. This is the picture of a king. Have you seen this king? What is the name of this king? This king is Vidyadhara. What is the name of the king? Vidyadhara. Look, he is standing in the middle of the garden. Why he is standing here? He is fond of garden. He likes to plant some flowering plants, some fruits, some vegetables. He is a king, but he likes gardening. What is your hobby? Write in your notebook. What is your hobby? Hi students. ഇന്ന് നമുക്ക് ബഡ്സ് കൊണ്ട് ഒരു ആപ്പിൾ എങ്ങനെ പെയിൻറ് ചെയ്യുന്നത് കാണിക്കാം. വരയ്ക്കാനും കളറടിക്കാനും ഒക്കെ പാടുള്ളവർക്കും എല്ലാം എളുപ്പമുള്ള ഒരു മെത്തേഡാണ്. ബഡ്സ് കൊണ്ട് നമുക്കൊരു ആപ്പിൾ വരച്ച് അതിന് കളർ ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചോണേ ഞാൻ വരയ്ക്കുന്നത്. ആപ്പിളിൻ്റെ ഷേപ്പ് ആദ്യം നമ്മൾ പെൻസിലും കൊണ്ട് അങ്ങോട്ട് വരയ്ക്കുക. ഉണ്ടോ, ആപ്പിളിൻ്റെ ഷേപ്പായി പെൻസിലും കൊണ്ട് വരച്ചു. ഇനി നമുക്കിത് ഈ കളർ നോക്കിക്കേ. ഞാനൊരു 3-4 കളർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഈ കളറെല്ലാം കൂടെ ഞാൻ വെള്ളം മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെള്ളത്തിലിട്ട് ചാലിച്ച് വെച്ചിരിക്കുകയാണ്. അതിൽ ഓരോ കളറും നമുക്ക് ബഡ്സ് കൊണ്ടെടുക്കാം. എടുത്തിട്ട് ആദ്യം ഞാൻ എടുത്ത കളർ ഏതാ? റെഡ് കളർ. ആ റെഡ് കളർ എടുത്ത് ഈ ആപ്പിളിൻ്റെ ഏറ്റവും സൈഡിലായിട്ട് നമുക്ക് ചെയ്യാം. ഉണ്ട്, ഡോട്ട് ഇടുക. ചുമ്മാ കുത്തി 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 അങ്ങ് വെക്കുക. കാണാമല്ലോ. ഇതിങ്ങനെ കുത്തി ഈ ഷേപ്പിനനുസരിച്ച് തന്നെ കുത്തി കുത്തി അങ്ങ് വെച്ചു. ഇത് നമുക്ക് റെഡ് ഇത്ര മതിയാവുമേ. ഇനി നമുക്ക് അടുത്ത കളർ ഏതാണെന്ന് നോക്കിക്കേ. തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് കളർ. ആ ഓറഞ്ച് കളർ എടുത്ത് ഇതിൻ്റെ തൊട്ട് ചേർന്നായിട്ട് വീണ്ടും ഇതുപോലെ തന്നെ കുറേശ്ശെ കളർ ഇവിടം വരെ നമുക്ക് കളർ ചെയ്യാം. നോക്കിക്കോണേ. റെഡ് കഴിഞ്ഞാൽ ഉടനെ ഏത് കളറാണ്? അതിൻ്റെ ലൈറ്റ് കളർ. അതിൻ്റെ ലൈറ്റ് കളറാണ് ഓറഞ്ച്. റെഡ്, ഓറഞ്ച്, യെല്ലോ, ഇങ്ങനെ ആ കളർ വരുന്ന കളർ ഷെയ്ഡ്സ്.
ഇത് ഓറഞ്ച് കളർ നമ്മൾ കുറച്ച് ഇട്ടു. ഇനി ഇതിൻ്റെ പുറകെ നമ്മൾ മഞ്ഞ കളർ, യെല്ലോ കളറാണ് ഇടാൻ പോകുന്നത്. നോക്കിക്കോണേ, ഓറഞ്ച് ഇത്ര മതി. ഇനി അടുത്തത് യെല്ലോ കളർ എടുക്കുന്നു. അതും ഇതിൻ്റെ പുറകിലായിട്ട് അതിനോട് ചേർന്ന് യെല്ലോ കളർ ചെയ്യും. ഇനി യെല്ലോ കളർ എടുത്ത് ഇത് ഈ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന അവിടോട്ട് ചെയ്യാം. യെല്ലോ, അതിൻ്റെ പുറകെ ഏത് കളറാണ്? ഓറഞ്ച്, പിന്നെ റെഡ്. അതൊന്ന് മിക്സ് ചെയ്തൊന്ന് ഇടയ്ക്കതൊന്ന് കയറ്റി ചെയ്യുവാണേ. ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ബഡ്സ് കൊണ്ട് ഒരു ആപ്പിൾ എങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം. വരയ്ക്കാനും കളറടിക്കാനും ഒക്കെ പാടുള്ളവർക്കും എല്ലാം എളുപ്പമുള്ള ഒരു മെത്തേഡാണ്. ബഡ്സ് കൊണ്ട് നമുക്കൊരു ആപ്പിൾ വരച്ച് അതിന് കളർ ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചോണേ ഞാൻ വരയ്ക്കുന്നത്. ആപ്പിളിൻ്റെ ഷേപ്പ് ആദ്യം നമ്മൾ പെൻസിലും കൊണ്ട് അങ്ങോട്ട് വരയ്ക്കുക. ഉണ്ടോ, ആപ്പിളിൻ്റെ ഷേപ്പായി പെൻസിലും കൊണ്ട് വരച്ചു. ഇനി നമുക്കിത് ഈ കളർ നോക്കിക്കേ. ഞാനൊരു 3-4 കളർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഈ കളറെല്ലാം കൂടെ ഞാൻ വെള്ളം മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെള്ളത്തിലിട്ട് ചാലിച്ച് വെച്ചിരിക്കുകയാണ്. അതിൽ ഓരോ കളറും നമുക്ക് ബഡ്സ് കൊണ്ടെടുക്കാം. എടുത്തിട്ട് ആദ്യം ഞാൻ എടുത്ത കളർ ഏതാ? റെഡ് കളർ. ആ റെഡ് കളർ എടുത്ത് ഈ ആപ്പിളിൻ്റെ ഏറ്റവും സൈഡിലായിട്ട് നമുക്ക് ചെയ്യാം. ഉണ്ടോ, ഡോട്ട് ഇടുക. ചുമ്മാ കുത്തി 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 അങ്ങ് വെക്കുക. കാണാമല്ലോ. ഇതിങ്ങനെ കുത്തി ഈ ഷേപ്പിനനുസരിച്ച് തന്നെ കുത്തി കുത്തി അങ്ങ് വെച്ചു. ഇത് നമുക്ക് റെഡ് ഇത്ര മതിയാവുമേ. ഇനി നമുക്ക് അടുത്ത കളർ ഏതാണെന്ന് നോക്കിക്കേ. തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് കളർ. ആ ഓറഞ്ച് കളർ എടുത്ത് ഇതിൻ്റെ തൊട്ട് ചേർന്നായിട്ട് വീണ്ടും ഇതുപോലെ തന്നെ കുറേശ്ശെ കളർ ഇവിടം വരെ നമുക്ക് കളർ ചെയ്യാം. നോക്കിക്കോണേ. റെഡ് കഴിഞ്ഞാൽ ഉടനെ ഏത് കളറാണ്? അതിൻ്റെ ലൈറ്റ് കളർ. അതിൻ്റെ ലൈറ്റ് കളറാണ് ഓറഞ്ച്. റെഡ്, ഓറഞ്ച്, യെല്ലോ, ഇങ്ങനെ ആ കളർ വരുന്ന കളർ ഷെയ്ഡ്സ്. ഇത് ഓറഞ്ച് കളർ നമ്മൾ കുറച്ച് ഇട്ടു. ഇനി ഇതിൻ്റെ പുറകെ നമ്മൾ മഞ്ഞ കളർ, യെല്ലോ കളറാണ് ഇടാൻ പോകുന്നത്. നോക്കിക്കോണേ, ഓറഞ്ച് ഇത്ര മതി. ഇനി അടുത്തത് യെല്ലോ കളർ എടുക്കുന്നു.
അതും ഇതിൻ്റെ പുറകിലായിട്ട് അതിനോട് ചേർന്ന് യെല്ലോ കളർ ചെയ്തു. ഇനി യെല്ലോ കളർ എടുത്ത് ഇത് ഈ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന അവിടോട്ട് ചെയ്യാം. യെല്ലോ, അതിൻ്റെ പുറകെ ഏത് കളറാ? ഓറഞ്ച്, പിന്നെ റെഡ്. അതൊന്ന് മിക്സ് ചെയ്തൊന്ന് ഇടയ്ക്കൊന്ന് കയറ്റി ചെയ്യുവാണേ. യെല്ലോയും ഓറഞ്ചും റെഡും കൂടെ ഒരു ലയിച്ച് വരത്തക്ക രീതിയിൽ അതങ്ങോട്ട് ചെയ്തു. ഇതുപോലെ തന്നെ ഇവിടെ ചെയ്തതുപോലെ തന്നെ ഈ യെല്ലോയും റെഡും ഓറഞ്ചും കയറ്റി ഇനിയും ചെയ്യുവാണേ. റെഡിനകത്തോട്ട് ഓറഞ്ചും ഓറഞ്ചിനകത്തോട്ട് റെഡ് കളറും അങ്ങോട്ട് കയറ്റി ചെയ്യുക. ഉണ്ടോ? കാണാമല്ലോ. ഇതുപോലെ തന്നെ ഈ ഓറഞ്ച് കളർ എടുത്ത് ഇനി ഞാനിത് യെല്ലോയ്ക്കകത്ത് കുറേശ്ശെ അതിൻ്റെ ഷെയ്ഡിനനുസരിച്ച് എന്നാലും നമുക്ക് ഈ ആപ്പിളൊന്ന് ഉരുണ്ട് വരുന്നതായിട്ടൊന്ന് തോന്നണം. ആപ്പിളിൻ്റെ ഷേപ്പ് ബോളല്ലേ, ബോൾ ഷേപ്പ് ആകുന്നിടം വരെ നമ്മളിതങ്ങോട്ട് ബോൾഡാകണം അല്ലേ? അതങ്ങോട്ട് ചെയ്യുക. ഇപ്പം തന്നെ ഏകദേശം ഒരു ലൈറ്റ് കളറായിട്ടുണ്ട്. ഇത് അടുത്ത് പിടിച്ചാൽ അത്ര ഭംഗിയൊന്നും കാണത്തില്ല. പക്ഷെ നിങ്ങൾ ഇതൊന്ന് ദൂരെ പിടിച്ച് നോക്കിയാലേ കുറച്ചുകൂടെ ഭംഗി കാണത്തുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ബുക്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിൻ്റെ തണ്ടും കൂടെ ഞാൻ വരച്ച് കാണിക്കാം കേട്ടോ. തണ്ടിന് വേണ്ടിയാണ് ഞാൻ ബ്രൗൺ കളർ എടുത്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ? ബ്രൗൺ നടുക്കായിട്ട്, ഏകദേശം നടുക്കായിട്ടാണ് ഞാനിത് ചെയ്തത്. ബ്രൗൺ കണ്ടോ? ചെറുതായിട്ടാണ് കുത്തുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിൽ ഞാൻ ബ്ലാക്കും കൊണ്ടാണ് ചെയ്യുന്നത്.
ബ്രൗണും ബ്ലാക്കും കൂടെ ഒന്ന് ചേർന്നിരിക്കാൻ വേണ്ടി. രണ്ടും കൂടെ ചേർന്ന് വന്നാൽ ഒരു ഭംഗിയുണ്ട്. നമ്മുടെ ആപ്പിൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരണം കേട്ടോ. ബായ്. ആപ്പിൾ ഒരുവിധം കളറായിട്ടുണ്ട് കണ്ടോ, നല്ല ഭംഗിയായിട്ട് കളർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ റെഡ്, യെല്ലോ, ഓറഞ്ച്, ബ്രൗൺ, തണ്ടിന് ബ്രൗണും ബ്ലാക്കും കൂടെ ചെയ്തു. അവസാനം എന്ത് ചെയ്തതിൻ്റെ ഫിനിഷിങ് ടച്ചാണിത്. നോക്കിക്കേ, കളർ ലൈറ്റ് സൈഡ്, ഏറ്റവും ഔട്ടർ സൈഡിൽ നമ്മൾ ഡാർക്ക് കളർ കൊടുത്താലേ ഇതൊന്ന് തിരിഞ്ഞ് വരത്തുള്ളൂ ഈ പേപ്പറുമായിട്ട്. അതിന് ഞാൻ ഔട്ടർ സൈഡിൽ നല്ല ഡാർക്ക് കളർ കൊടുത്തിട്ട് ഈ പേപ്പറുമായിട്ട് ഒന്ന് എടുത്ത് നിൽക്കത്തക്ക രീതിയിൽ നല്ല ഡാർക്ക് കളർ കൊടുത്തു. ഏകദേശം ബഡ്സ് കൊണ്ട് തന്നെ ചെയ്തതാണ്. ഇതിനകത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടില്ല, മുഴുവൻ ബഡ്സ് ഉപയോഗിച്ച്. നമുക്കത് ബ്രഷ് കൊണ്ട് ചെയ്യാൻ അറിയാൻ മേലാത്തവർക്കും എല്ലാം എളുപ്പമുള്ള ഒരു മെത്തേഡാണ്. എല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്ത് കാണിക്കണേ. എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരണം. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എനിക്ക് വീണ്ടും ചെയ്ത് കാണിക്കണം. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയാം. ഇത് നല്ലതായിട്ട് ചെയ്ത് കാണിക്കണം. ബായ്. ആപ്പിൾ ഒരുവിധം കളറായിട്ടുണ്ട് കണ്ടോ, നല്ല ഭംഗിയായിട്ട് കളർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ റെഡ്, യെല്ലോ, ഓറഞ്ച്, ബ്രൗൺ, തണ്ടിന് ബ്രൗണും ബ്ലാക്കും കൂടെ ചെയ്തു. അവസാനം എന്ത് ചെയ്തതിൻ്റെ ഫിനിഷിങ് ടച്ചാണിത്. നോക്കിക്കേ, കളർ ലൈറ്റ് സൈഡ്, ഏറ്റവും ഔട്ടർ സൈഡിൽ നമ്മൾ ഡാർക്ക് കളർ കൊടുത്താലേ ഇതൊന്ന് തിരിഞ്ഞ് വരത്തുള്ളൂ ഈ പേപ്പറുമായിട്ട്. അതിന് ഞാൻ ഔട്ടർ സൈഡിൽ നല്ല ഡാർക്ക് കളർ കൊടുത്തിട്ട് ഈ പേപ്പറുമായിട്ട് ഒന്ന് എടുത്ത് നിൽക്കത്തക്ക രീതിയിൽ നല്ല ഡാർക്ക് കളർ കൊടുത്തു. ഏകദേശം ബഡ്സ് കൊണ്ട് തന്നെ ചെയ്തതാണ്. ഇതിനകത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടില്ല, മുഴുവൻ ബഡ്സ് ഉപയോഗിച്ച്. നമുക്കത് ബ്രഷ് കൊണ്ട് ചെയ്യാൻ അറിയാൻ മേലാത്തവർക്കും എല്ലാം എളുപ്പമുള്ള ഒരു മെത്തേഡാണ്. എല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്ത് കാണിക്കണേ. എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരണം. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എനിക്ക് വീണ്ടും ചെയ്ത് കാണിക്കണം. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയാം. ഇത് നല്ലതായിട്ട് ചെയ്ത് കാണിക്കണം. ബായ്. ഹായ് ചിൽഡ്രൻ, കഴിഞ്ഞ മലയാളം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പദ്യഭാഗം എല്ലാവരും വായിച്ചോ? വായിച്ചു എല്ലാവരും അല്ലേ? എന്നതായിരുന്നു പദ്യഭാഗത്തിൽ നമ്മൾ പഠിച്ചത്? വെണ്ണയ്ക്ക് വേണ്ടി ശാഠ്യം പിടിക്കുന്ന കണ്ണൻ. എന്നിട്ട് അമ്മ വെണ്ണ കൊടുത്തോ? വെണ്ണ കൊടുത്തു. വെണ്ണ കൊടുത്തിട്ട് കണ്ണൻ പിന്നെ എന്താ പറയുന്നേ? രണ്ട് കൈയിലും, എങ്ങനെ രണ്ട് കൈയിലും വെണ്ണ വേണമെന്ന് പറയുന്നത് അല്ലേ? എന്നിട്ട് രണ്ട് കൈയിലും വെണ്ണ വേണമെന്ന് പറയുമ്പോഴത്തെ ന്യായം എന്നെ കാണാൻ പറയുന്നേ? മറ്റേ കൈക്ക് സങ്കടം വരും, ഒരു കൈ മാത്രം വെണ്ണ കൊടുത്താലെന്ന്. ചേട്ടനും അനിയനും ഉണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രം എന്തെങ്കിലും കൊടുത്താല് മറ്റേ ആളിന് സങ്കടം വരത്തില്ലേ? അതുപോലെയാണ് ഒരു കൈയിൽ മാത്രം വെണ്ണ കൊടുത്താൽ മറ്റേ കൈക്ക് സങ്കടം വരുന്നതെന്നാണ് കണ്ണൻ പറയുന്നത്. നമുക്ക് ബാക്കി ഭാഗം ഒന്ന് വായിക്കാം. മിസ് ആദ്യം ഒന്ന് വായിക്കാം കേട്ടോ. ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്ക് പിന്നെയും അങ്ങു തിരിഞ്ഞു നടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യവേ വായിലിട്ടയ്യോ എന്നിങ്ങനെ ചൊല്ലിച്ചൊന്നാൻ കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ട് കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി. എന്നാ പറഞ്ഞത്? ഇങ്ങനെ കേട്ടവൾ മൂത്തവന്റെ കയ്യിൽ വെണ്ണ കൊടുത്താൽ ഇളയവനും സങ്കടം വരത്തില്ലേ എന്ന് ചോദിച്ച കേട്ടോണ്ട് അമ്മ എന്നെ എടുത്തു. വീണ്ടും വെണ്ണ എടുക്കാനായിട്ടോ തിരിഞ്ഞു. പെട്ടെന്ന് കയ്യിലെ വെണ്ണ എന്നെ എടുത്തു. കയ്യിലെ വെണ്ണ പയ്യെ എന്നെ എടുത്തു. കണ്ണൻ വായിലിട്ടു. പെട്ടെന്ന് അതങ്ങ് വായിലിട്ടിട്ട് പറഞ്ഞു,
നമുക്കിന്ന് ഇത്രയും ഭാഗം പഠിച്ചാൽ മതി. അത്രയും എല്ലാവരും നന്നായിട്ട് വായിക്കണം. എല്ലാവരും വായിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ ആ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. ഓക്കെ. Children, now here one question is there. What is the total amount from the 4 classes? There we have to add one more part, because here after the 4th day, after the 4 days, what is the total amount of the 4 classes? Because in the last part, ലാസ്റ്റ് 4th ഡേയുടെ നമ്മൾ കണ്ടുപിടിക്കുകയായിരുന്നു അല്ലേ. 4th ഡേയിൽ എത്ര അവർ കൊടുക്കേണ്ടി വരും, അവർ കൊടുത്തോ നമുക്കറിയില്ലല്ലോ. അപ്പം കൊടുക്കേണ്ടി വരുന്ന കാര്യം നമ്മൾ ഓൾറെഡി അത് കണ്ടുവച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ? I have found out these two and these two were found out by you and you gave me through the WhatsApp. അത് അപ്പോൾ 4A they have to collect on the 4th day 100 rupees, then 4B 50 rupees, 4C 10 rupees and 4D 1 rupee. ഇതെല്ലാം കൊടുത്ത് കഴിയുമ്പോൾ ഓരോരുത്തരും എത്രയായിരിക്കും കൊടുത്തിരിക്കുന്നത്? 1000, 1000, 1000, 1000. ഇത് കണ്ടോ, 3 ദിവസം കൊണ്ട് ഇത്രയും കൊടുത്തു. 4ാമത്തെ ദിവസം കൊടുത്ത് കഴിയുമ്പോൾ ഇത്രയും രൂപയാവും. ഓക്കെ, so after giving this 50 rupee 1000 rupees ആവും. അങ്ങനെ after 4 days, after the 4th days collection, what is the total? Total will be how much? 1000 rupees plus one more 1000, one more 1000 and one more 1000. When we add these, you will get 4000. Is it clear, children? 4 ദിവസത്തിന് മുമ്പുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. 4ാമത്തെ ദിവസം കഴിയുമ്പോൾ ഇവർ ചെയ്യാൻ പോകുന്നത് ഇത്രയും രൂപയുടെ കോൺട്രിബ്യൂഷൻ ആണ്. They will give to principal sir, that is 4000 rupees after 4 days. Okay, it's clear? Yes. Then come here. Again one question is there, 10,000 made. Okay, for that we have to go like this. If it is 1000 or 1000, the answer was 1000 rupees. If we have 2000, how much we have? 2000. Then how much we have for 3000s? 3000. Likewise 4000, 5000, 6000. Okay. Then you also can be recited with me. Parnolu. 7000, 8000, 9000. So this is 9000s. Okay. Appo 10,000 ആവുമ്പോൾ what will be 10,000? See, what is the name? 1000, 2000, 3000 and all you know. See here, after this 4-digit number, we got a 5-digit number that is called 10,000. Okay, children, did you understand up to this part? Please write the question and its answer. So this part, the question, please write it after so please write this question as after 4 days collection, what is the total amount
from the four classes. Okay, make the question as this. Thank you. Children, last day we have discussed a problem regarding standard 4A, 4B, 4C and 4D. Don't you remember? Yeah, the continuation of that question now we are going to discuss. In this page, the questions are, this already we have studied and we have found out 4A 900 rupees, 4A 900 rupees they collected, 4B 990 rupees they have collected, 4C 950 and 4D 999 rupees. Now we will have the question, that is, how much did 4A and 4B give? See, read the question thoroughly. How much did 4A and 4B give? So what we have to do to find this? In Malayalam, 4A യുടെയും 4B യുടെയും കൂടെ ആകെ തുക എത്ര? Okay, 4A യുടെയും 4B യുടെയും ആകെ തുക എത്ര? എന്ത് ചെയ്യണം? What we have to do? ആകെ means we have to sum it up. Sum it up എന്ന് പറഞ്ഞാൽ we should add. So for that 4A plus 4B, 4A and 4B, that we can find out how much is that. 4A 900 and 4B 990. 900 plus 990. So what is the answer? 0 plus 0, 0. 0 plus 9, 9. And this is 18. That much rupees. How much? 1890 rupees they have collected. Then we come to the next question. Together with the amount from 4C, understood? From 4C, how much they have? Along with that, this becomes how much? 4A and 4B. This is 4A. This is 4B. Total we got this much, 1890. Along with this, 4C we have to add. From 4C, how much we got? 4C 950. അതും കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം അല്ലേ? That is 1890 plus, what was the number there? 950. 950 we should add. So what is the answer? 0 plus 0, 0. 9 plus 5, 14, carry 1. 9 plus 8, 17, plus 1, 18, carry 1. 1 plus 1, 2. So how to read this? 2840. Then we have together with the amount from 4D. Oh, from 4D also, how much you got? That you add with this. ഈ നമ്പറിന്റെ കൂടെ 4D യുടെയും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. Okay? So we have here 2840. അതിന്റെ കൂടെ 4D. 4D യുടെ എത്രയായിരുന്നു? Just see, in 4D 999. 999 and 9 plus 4 13, carry 1. 9 plus 8 17, plus 1 18, carry 1 3. 3839. So what we have done?
4a plus 4b we have done. Along with that we added 4c's amount also. With that we added 4d's amount also. So total we got 3839. Now what is the total amount from the 4 classes? What is the total amount of the 4 classes? So what we have to do? All these we have to add, and we added and we got this much. Okay? Hi children, welcome to our science class. Are you fine? In our previous class, we have discussed the adaptation of animals. Do you remember what is adaptation? An organism has certain peculiarities to live in its place. It is called adaptation. ഓരോ ജീവിക്കും അതിൻ്റെ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓർക്കുന്നില്ലേ? In last class we studied about the adaptation of land animals. We have studied 6 types of adaptation of land animals. Do you remember? Desert animals have skin pad to move on the desert. Polar animals have thick fur on their body to protect from cold. Do you remember it? Whether all the animals are living on land? No. Some of them live on land, some of them live in water, and some of them live on land and in water. Can you say some animals that live in water? Fish, whale, dolphin, etc. are some of them. Today we are going to study about the adaptation of water animals. Animals live in water are called aquatic animals or water animals. Have you seen aquarium? We can see beautiful fishes swimming in water. What happened if the fish taken out from the water? It will die. മത്സ്യത്തെ കരയിലിട്ടാൽ അത് ചത്തുപോകും. മത്സ്യത്തെ പോലെയുള്ള ജീവികൾക്ക് വെള്ളത്തിൽ ജീവിക്കുന്നതിന് ആവശ്യമായ സവിശേഷതകളാണുള്ളത്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അഡാപ്റ്റേഷൻ ഓഫ് വാട്ടർ ആനിമൽസ്. We cannot breathe underwater, but fish can breathe. How? Fish use their gills to breathe. They suck in water through their mouth and breathe out through the gills. Here is gills. Fish use their gills to breathe. They suck in water through their mouth and breathe out through the gills. മീൻ വെള്ളത്തിൽ കൂടി പോകുമ്പോൾ ഇടയ്ക്കിടെ തലയുടെ താഴ്ഭാഗം അനങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് ഗിൽസ്. അമ്മ മീൻ വെട്ടുമ്പം തലയുടെ താഴെ പൂ പോലെയുള്ള ഭാഗം കണ്ടിട്ടുണ്ടോ? അതാണ് ഗിൽസ്. With the help of gills, fish breathe the oxygen dissolved in water. വെള്ളത്തിലുള്ള ഓക്സിജനാണ് ഗിൽസിന്റെ സഹായത്തോടെ മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. Do you see the video of dolphin? They come into the surface of water regularly. What is the reason behind it? Dolphins have no gills. They have lungs to breathe. They take in oxygen from the air. Breathing organ of dolphin is lungs. Whales also breathe through lungs like dolphin.
മറ്റ് മത്സ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഡോൾഫിനും വെയിലും ലങ്സിൽ കൂടിയാണ് ശ്വസിക്കുന്നത്. അവയ്ക്ക് ഗിൽസ് ഇല്ല. അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ ശ്വസിക്കുന്നതിന് വേണ്ടിയാണ് അവ ഇടയ്ക്കിടെ ജലോപരിതലത്തിൽ വരുന്നത്. വെയിൽസും ഡോൾഫിനും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ദേ give birth to their young ones. Blue whale is the largest animal in the world. Do humans have gills? No. We cannot breathe underwater and we cannot live in water. We can walk, jump or move to anywhere on land. നമ്മൾ കരയിൽ സഞ്ചരിക്കുന്നത് പോലെ മത്സ്യങ്ങൾക്ക് വെള്ളത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും. Can you say which organ help them to swim in water? Fins help them to swim in water. These are fins. There are several fins. Compare the shape of boat and fish. Fish have boat-like shape. Both end of the fish is pointed like a boat. Pointed like a boat. Both ends. The boat-like shape help the fish to move through water. മത്സ്യത്തിന്റെയും ബോട്ടിന്റെയും ഷേപ്പിലുള്ള സാമ്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വെള്ളത്തിൽ സുഗമമായി സഞ്ചരിക്കാൻ സഹായിക്കുന്ന ഷേപ്പാണിത്. മത്സ്യത്തിന് വെള്ളത്തിൽ ജീവിക്കാൻ സഹായകമായ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? ഗിൽസ് help them to breathe. Fins help them to swim. And boat-like shape help them to move quickly in water. Now open your book and write down the homework. What are the 3 features that helps a fish to live in water? Besides fish, there are so many water animals. We will discuss it in the next class.